എങ്ങനെയാണ് ഓർക്കുന്നത്? കാരണം ഒരുപാട് ഓർമ്മകൾ വിതുമ്പുന്നുണ്ടാവും ഇപ്പോൾ. അതെ, തീർച്ചയായിട്ടും VS മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങൾ VSുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതെ, അന്ന് വീട്ടിലേക്ക് അതെ. കാരണം വെച്ചാൽ ഒരുപക്ഷെ ആ സന്ദർശനമാണ് എന്നെയൊക്കെ പിന്നീട് മുന്നോട്ട് നയിക്കുന്നതിനുള്ളൊരു ധൈര്യം തന്നത്. ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും മറക്കാൻ കഴിയാത്ത അനുഭവമായിരുന്നു ആ ഒരു സന്ദർശനം. അദ്ദേഹത്തിൻ്റെ പാർട്ടി പൂർണ്ണമായിട്ട് എതിർനിന്ന സംഭവമാണ്. ഒരു കൊലപാതകം തന്നെ ഉണ്ടായിട്ട് കേരളമാകെ അന്തം വിട്ട് നിൽക്കുന്ന ഒരു സമയത്താണ്. പക്ഷേ അദ്ദേഹം രാഷ്ട്രീയമായിട്ടുള്ള പിന്നീട് എന്ത് സംഭവിക്കുന്നത് നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു. അദ്ദേഹം പാർട്ടിക്ക് പുറത്തു പോകുമെന്ന് വിചാരിച്ച ആളുകൾ പോലും ഉണ്ട്. പക്ഷേ അദ്ദേഹം ആ ധീരത കാണിച്ചു, ഒരു മകളെ എന്ന പോലെ ചേർത്ത് പിടിച്ചു അല്ലേ? ആ ഒരു ധൈര്യം ഒന്ന് അദ്ദേഹം തിരഞ്ഞെടുത്ത ദിവസം പോലും പ്രത്യേകതയുണ്ടായിരുന്നു. അതുപോലും ഒരു വലിയ രാഷ്ട്രീയ സന്ദേശമാണ്. അതാണ് കൊന്നവരും കൊല്ലിച്ചവരും കമ്മ്യൂണിസ്റ്റ് അല്ല എന്നുള്ള തീർപ്പ് കൽപ്പിക്കലായിരുന്നു ആ സന്ദർശനം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രമേശോട് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന പ്രവീണ, അതായത് നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിൻ്റെ ദിവസമാണ്, നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയമാണ് VS അവിടേക്ക് പോയത്. VS രാഷ്ട്രീയമായിട്ടൊരു നീക്കം നടത്തിയതാണ് എന്ന് ആ കാലത്ത് ആ കാര്യങ്ങൾ കാണുന്ന ആളുകളെല്ലാം പറയുന്നുണ്ട്. ഇപ്പോഴും നമുക്കറിയാം VS ഇങ്ങനെ KK രമയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിർത്തുകയാണ്. അപ്പോൾ കണ്ണട ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്, മുഖത്ത് ആ ഒരു വിഷമമുണ്ട്. അപ്പം രാഷ്ട്രീയമായിട്ട് അദ്ദേഹം ഒരു കരുവെടുത്ത് നീക്കിയതാണ്. കാരണം നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് ദിവസം തന്നെ പോയിരിക്കുന്നു. CPMനെ പരാജയപ്പെടുത്തണം, അദ്ദേഹം പാർട്ടിക്ക് പുറത്തേക്ക് പോകാൻ, അങ്ങനെ പല വിധത്തിലായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അന്നും ഇപ്പോഴും അതിനെ കാണുന്നത് നമ്മൾ നേരത്തെ സംസാരിച്ച KK രമേശെ കാണുന്നതിന് മുമ്പ് സംസാരിച്ച ആ മനുഷ്യത്വം എന്ന് പറയുന്ന സംഗതിയോട് ചേർന്നിട്ടാണ്. അതായത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിനൊപ്പം നിന്നയാളായിരുന്നു അദ്ദേഹം TP ചന്ദ്രശേഖരൻ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്ന് വെച്ചാൽ വിശാല ഇടതുപക്ഷ രാഷ്ട്രീയത്തിനൊപ്പം നിന്നയാളായിരുന്നു. പക്ഷേ രാഷ്ട്രീയത്തിൻ്റെ വലിയ സംഘർഷങ്ങൾക്കിടയിൽപ്പെട്ട് അദ്ദേഹം കൊല്ലപ്പെടുകയാണ്. പക്ഷേ അവിടെ താൻ പോകേണ്ടതുണ്ട് എന്ന നിലപാട് VS അച്യുതാനന്ദൻ എടുത്തു എന്നാണ് നമ്മൾ കാണേണ്ടത്. VSൻ്റെ അടുത്ത ആളുകൾ മുഴുവൻ CPMകാരാണ്. VSനെ കൊണ്ടു നടക്കുന്ന ആളുകൾ, അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന ആളുകളെല്ലാം CPMകാരാണ്. പക്ഷേ അപ്പോൾ പോലും ഈ പറയുന്ന അവിടേക്ക് ഞാൻ പോകേണ്ടതുണ്ട് എന്ന ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട കാലത്തെ കാര്യത്തെക്കുറിച്ച് പറയുകയായിരുന്നു. VS അന്നൊരു അസാധ്യമായിട്ടുള്ളൊരു മനുഷ്യത്വം പാർട്ടി. തീർച്ചയായും അനീതിക്കെതിരായുള്ള പോരാട്ടം എല്ലാ പാർട്ടി അച്ചടക്കത്തെയും ലംഘിച്ചുകൊണ്ട് VS പോരാടിയിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടപ്പോൾ അന്ന് കോഴിക്കോട് ടൗൺ ഹാളിൽ വന്നതും പിന്നീട് വീട്ടിൽ വന്നതും. മാത്രമല്ല CPM എപ്പോഴൊക്കെ, കാരണം 1964 അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ വലതുപക്ഷവൽക്കരണത്തിനെതിരെ പോരാടി പുറത്തു വന്ന ജീവിക്കുന്ന ഒരു നേതാവായിരുന്നു VS. അപ്പോൾ സ്വാഭാവികമായും CPM വ്യതിചലിച്ച എല്ലാ ഘട്ടങ്ങളിലും അതിനെ തിരുത്താൻ വേണ്ടി VS ശ്രമിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ജനകീയാസൂത്രണം രൂപപ്പെട്ടപ്പോൾ ആ ജനകീയാസൂത്രണം മാനായി വന്ന മാരീജൻ എന്ന ലേഖനം എഴുതിക്കൊണ്ടാണ് VS തന്നെ എഴുതി. കാരണം വർഗ്ഗസമരത്തിൽ നിന്ന് പാർട്ടി പുറകോട്ട് പോകും. അതെ, ആ തരത്തിൽ നമുക്ക് ഒരുപാട് രാഷ്ട്രീയം പറയാനുണ്ട്. നമുക്കൊന്ന് ആളുകളിലേക്ക് പോകാം. അപ്പോൾ അത് ആ നിലക്ക് വലിയ ഒരു കാലത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയാവുന്നത് നമ്മൾ ആ നിലക്ക് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട രാഷ്ട്രീയമായിരുന്നു RMPയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. അതിനകത്ത് നമ്മൾ കാണേണ്ടുന്നൊരു കാര്യം എനിക്ക് തോന്നുന്നു, CPMൻ്റെ അകത്തെ ഏറ്റവും അച്ചടക്കത്തോടെ നിന്ന പാർട്ടിക്കാരനുമായിരുന്നു, അസാധാരണമായ പാർട്ടിക്ക് വഴങ്ങൽ കാണിച്ച നേതാവുമായിരുന്നു, എന്നാൽ അസാധാരണമായ വിമതത്വം കാണിച്ച നേതാവുമായിരുന്നു ഒരേ സമയം VS അച്യുതാനന്ദൻ. അസാധാരണമായിട്ടുള്ള പാർട്ടിക്ക് വഴങ്ങൽ, കാരണം അദ്ദേഹത്തോളം പാർട്ടി അതിര് ലംഘിച്ചു പോയൊരു നേതാവ് സ്വാഭാവികമായിട്ടും പാർട്ടിക്ക് പുറത്തേക്കാണ് പോകേണ്ടത്. നമ്മുടെ മുന്നിൽ KR ഗൗരിയമ്മയും MP രാഘവനെയും പോലെയുള്ള നേതാക്കളുണ്ട്. KR ഗൗരിയമ്മയും MP രാഘവനും ഒക്കെ, പ്രത്യേകിച്ചും KR ഗൗരിയമ്മ ഒരു കാലത്ത് CPMൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ബിംബമായിരുന്നു, ഏറ്റവും ശക്തിയായിട്ടുള്ള നേതാവായിരുന്നു. കേരളത്തിൽ ആ കാലം വരെ ഏതെങ്കിലും പുരുഷനോ സ്ത്രീയോ ആയിട്ടുള്ള നേതാവ് എത്തിച്ചേരാത്തത്രയ്ക്കും വലിയ ഔന്നത്യത്തിലേക്ക്, രാഷ്ട്രീയ പവറിലേക്ക് എത്തിയ ആളായിരുന്നു KR ഗൗരിയമ്മ. KR ഗൗരിയമ്മ CPMനോട് തെറ്റുമ്പോൾ CPM ഇല്ലാതായി പോകുമെന്നാണ് ആ കാലത്ത് ആളുകളെല്ലാം വിചാരിച്ചത്. പക്ഷേ KR ഗൗരിയമ്മ ആ നിലക്കല്ല ഉണ്ടായത്. KR ഗൗരിയമ്മ അതിശക്തമായിട്ട് മുന്നോട്ട് പാർട്ടിക്കകത്ത് നിന്ന് പുറത്തേക്ക് പോയി. പക്ഷേ പാർട്ടിക്കകത്ത് പുറത്തേക്ക് പോയതിന് ശേഷവും പക്ഷേ KR ഗൗരിയമ്മ യേക്കാൾ വലുതായിട്ട് പാർട്ടി വളരുകയാണ് ഉണ്ടായത്. KR ഗൗരിയമ്മ പുറത്തേക്ക് പോയി, MBR പുറത്തേക്ക് പോയി. അങ്ങനെ VS അച്യുതാനന്ദനും പുറത്തേക്ക് പോകും എന്ന് വിചാരിച്ചെടുത്താണ് VS അച്യുതാനന്ദൻ ഈ 101ാമത്തെ 102ാമത്തെ വയസ്സിൽ അദ്ദേഹം അന്തരിക്കുമ്പോഴും പാർട്ടിക്കാരനായിട്ട് CPMൻ്റെ പതാക പുതച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥാനത്തേക്ക് പോകുന്നത് നമ്മൾ കാണണം. അങ്ങനെ എത്ര വലിയ അതിര് കടന്നു പോയാലും തിരിച്ച് പാർട്ടിയിലേക്ക് തന്നെ വരുന്ന ഒരു അസാധാരണമായ പാർട്ടി അച്ചടക്കം, പാർട്ടിക്ക് വഴങ്ങൽ കാണിച്ച നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. എന്നാൽ അത്രയ്ക്ക് തന്നെ അസാധാരണമായുള്ള പാർട്ടി വിമതത്വം, പാർട്ടിയോട് ആഭ്യന്തര യുദ്ധം പ്രഖ്യാപിക്കൽ, അങ്ങനെ സാധാരണമല്ലാത്ത ഒരാളും അതുപോലെ മറ്റൊരാൾ CPMൻ്റെയോ ഒരുപക്ഷെ സമീപകാലത്ത് മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ചരിത്രത്തിലോ ഇല്ല എന്ന് നമ്മൾ കാണണം. അങ്ങനെ അസാധാരണത്വങ്ങളുടെ ഘോഷയാത്രയായിരുന്നു ഏത് നിലക്കാണെങ്കിലും VS അച്യുതാനന്ദൻ്റെ രാഷ്ട്രീയ ജീവിതം, വ്യക്തിജീവിതവും എന്ന് നമ്മൾ കാണണം. അദ്ദേഹം ഇപ്പോൾ വിടവാങ്ങുകയാണ്.